Hi students, welcome to Learnino. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്ലാസ് 8 റാഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഫസ്റ്റ് പാർട്ടാണ്. സോ ഇതിൽ മെയിൻ ആയിട്ട് നമ്പേഴ്സ് ഏതൊക്കെ ടൈപ്സ് ആണുള്ളത്, റാഷണൽ നമ്പേഴ്സ് എന്താണ്, അതിൻ്റെ ബേസിക് പ്രോപ്പർട്ടീസും നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇത് ജസ്റ്റ് പാർട്ട് 1 ആണ്, ഇതിൽ കംപ്ലീറ്റ് അല്ല, അഗെയിൻ വൺ മോർ പാർട്ട് ഇസ് ദേർ. സോ ലെറ്റ് us start. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ടൈപ്സ് ഓഫ് നമ്പേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്, നമുക്ക് ഒന്നുകൂടി ജസ്റ്റ് ഒന്ന് ബ്രഷ് അപ്പ് ചെയ്തെടുക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ്, ദെൻ ഹോൾ നമ്പേഴ്സ്, ഇൻറ്റിജേഴ്സ്. ഈ മൂന്നാണ് നമുക്ക് അറിയാവുന്ന കാര്യമാണ് അല്ലേ. നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, 1 to infinity വരെയുള്ള എല്ലാ നമ്പേഴ്സും ഇൻക്ലൂഡഡ് ആണ് നാച്ചുറൽ നമ്പേഴ്സിൽ അല്ലേ. ദാറ്റ് ഈസ് ദേ ആർ ദ സെറ്റ് ഓഫ് പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് ഫ്രം 1 to infinity. Natural numbers are the set of positive integers from 1 to infinity, but it doesn't include fractional and decimal numbers. So fractions ഉം decimal numbers ഒരിക്കലും included അല്ല. ബാക്കി 1 മുതൽ infinity വരെയുള്ള എല്ലാ നമ്പേഴ്സും നാച്ചുറൽ നമ്പേഴ്സിൽ included ആണ്. നെക്സ്റ്റ് കേസ് ആണ് ഹോൾ നമ്പേഴ്സ്. ഇപ്പോൾ ഹോൾ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ, ഇതും ഇതേപോലെ നാച്ചുറൽ നമ്പേഴ്സ് ആണ്, പക്ഷെ ഒരു ഡിഫറൻസ് എന്താ, ദ നമ്പർ 0 is included അല്ലേ. ഇപ്പോൾ 0 തൊട്ട് ഇൻഫിനിറ്റി വരെയുള്ളതാണ് ഏതിൽ വരിക, ഹോൾ നമ്പേഴ്സ്. നെക്സ്റ്റ് കേസ് അഗെയിൻ നമ്മൾ ഈ നാച്ചുറൽ നമ്പേഴ്സിന്റെ കേസ് പറഞ്ഞ പോലെ തന്നെ ഹോൾ നമ്പേഴ്സിലും ഇതേപോലെ ഫ്രാക്ഷണൽ ആൻഡ് ഡെസിമൽ പാർട്സ് ഇല്ല. നെക്സ്റ്റ് നമ്പേഴ്സ് ആണ് ഇൻറ്റിജേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പൊ ഇൻറ്റിജേഴ്സ് നമുക്കറിയാം, അതായത് 0, പിന്നെ പോസിറ്റീവ് നമ്പേഴ്സ്, നെഗറ്റീവ് നമ്പേഴ്സ്, ഇതെല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്യുന്ന നമ്പേഴ്സ്, അതിനെയാണ് എന്ത് പറയുന്നത്, ഇൻറ്റിജേഴ്സ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ -1, -12, 6, 15, 0, okay, again 55, whatever, all the numbers, അതായത് പോസിറ്റീവ്, നെഗറ്റീവ്, ഓൾസോ 0, ഇതെല്ലാം കംപ്രൈസ് ചെയ്യുന്നതാണ് ഇൻറ്റിജേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു പിക്ചോറിയൽ ഫോമിൽ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓരോ സർക്കിൾസ് കൺസിഡർ ചെയ്താൽ മനസ്സിലാവും. നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് 1 to infinity. ഇപ്പോൾ 1 2 3 4 5 എക്സെട്ര എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 1 മുതൽ ഇൻഫിനിറ്റി വരെ. നെക്സ്റ്റ് ഹോൾ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ സെറ്റ് സ്റ്റാർട്ടിങ് ഫ്രം 0 then up to infinity. ലാസ്റ്റ് വൺ ഇൻറ്റിജേഴ്സിന്റെ എന്താ, -5, അതായത് ഇവിടെ മൈനസ് ഇൻഫിനിറ്റി മുതലാണ് മൈനസ്, അതായത് ഇപ്പൊ ഇവിടെ ഡോട്ട് 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 ഉദ്ദേശിക്കുന്നത് മൈനസ് ഇൻഫിനിറ്റി, ദെൻ ലാസ്റ്റ് വൺ ഹിയർ ഇറ്റ്സ് പ്ലസ് ഇൻഫിനിറ്റി. അപ്പൊ മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി വരെയുള്ള എല്ലാ നമ്പേഴ്സും, അപ്പൊ ഇൻക്ലൂഡിങ് ഓൾ നെഗറ്റീവ്, പോസിറ്റീവ്, ഓൾസോ 0 വാല്യൂ. ഓക്കെ, ഇതാണ് ഇൻറ്റിജേഴ്സിൽ വരിക. നെക്സ്റ്റ് നമുക്ക് നമ്മുടെ മെയിൻ ടോപ്പിക്, ദാറ്റ് ഈസ് റാഷണൽ നമ്പേഴ്സ് എന്താന്ന് നോക്കാം. A rational number is a number which is in the form of p by q. Okay, അതായത് ഒരു numerator again divided by a denominator where p and q are integers. അപ്പോൾ ക്ലിയർ ആയല്ലോ. അപ്പോൾ അത് integers എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്കറിയാം. അപ്പോൾ p യും q യും രണ്ട് integers ആണെന്ന് വിചാരിക്കാം. then p by q ആ ഫോമിൽ വരുന്നതിനെയാണ് നമ്മൾ റാഷണൽ നമ്പർ എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, q must not be equal to 0. q എന്താണ്, നോട്ട് ഈക്വൽ ടു 0. അപ്പൊ നമുക്ക് ഡിനോമിനേറ്റർ ടേം നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കണം. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ -2/3, 6/7, 9/-5. ഇപ്പൊ ഇവിടെ നെഗറ്റീവ് ഉദ്ദേശിക്കുന്നത് ടോട്ടലി നമുക്ക് ഇതേപോലെ കോമൺ ആയിട്ട് നെഗറ്റീവ് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ആ നെഗറ്റീവ് എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ ബി -2 ഓർ -3. ന്യൂമറേറ്ററിനോ ഡിനോമിനേറ്ററിനോ ഏതാണ് നെഗറ്റീവ്, ആ സിമ്പിൾ ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. 6/7 എന്ന് പറയുമ്പോൾ ബോത്ത് ഇൻറ്റിജേഴ്സ്, അതായത് 6ഉം 7ഉം പോസിറ്റീവ് ആണ്. 9/-5 എന്ന് പറയുന്നത് എന്താ, 9 പോസിറ്റീവ് ഇൻറ്റിജർ ആണ്, പക്ഷെ -5 -5 എന്ന് പറയുന്നത് എന്താ, നെഗറ്റീവ് ഇൻറ്റിജർ ആണ്. ഓക്കെ, അപ്പോൾ p by q ഫോമിൽ വരുന്നതിനെയാണ് നമ്മൾ എന്താ പറയുന്നത്, റാഷണൽ നമ്പേഴ്സ്. കൺസിഡർ ദ ഇക്വേഷൻസ് 4x = 9, 8x + 11 = 0. ഈ രണ്ട് ഇക്വേഷൻസ് ഒന്ന് നോക്കും. അപ്പൊ അതിൽ നമുക്ക് ജസ്റ്റ് വെറുതെ സോൾവ് ചെയ്യുകയാണെങ്കിൽ, സോൾവ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വേരിയബിൾ എന്താ, 4x = 9 എന്ന് പറയുന്നത് ഒറ്റൊരു വേരിയബിൾ ആണുള്ളത്, എക്സ്, അത് അൺനോൺ ആണ്. അത് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, അതിനെ മാത്രം സെപ്പറേറ്റ് ഒരു സൈഡിലാക്കുക. സോ ഹിയർ 4x = 9 എന്ന് പറയുമ്പോൾ നമുക്ക് x = 9 ആണ് RHS-ലുള്ളത്. 4 LHS RHS മുമ്പ് എന്താവും, ഡിനോമിനേറ്ററിലേക്ക് വരും അല്ലെ. സോ 9 / 4. അഗെയിൻ ഇത് ഏത് ഫോമിലാണ്, p by q ഫോം അല്ലെ. 9ഉം 4ഉം എന്താണ്, ഇൻറ്റിജേഴ്സ് ആണ്. അപ്പൊ ഇവിടെ നമുക്ക് പോസിറ്റീവ് ആണ് കിട്ടിയത്. നെക്സ്റ്റ് ഇക്വേഷൻ ശ്രദ്ധിക്കൂ, 8x + 11 = 0. അപ്പൊ അത് നമുക്ക് സോൾവ് ചെയ്യണമെങ്കിൽ എന്താ കിട്ടുക, 8x + 11 = 0. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 8x എന്നുള്ളത് LHS-ൽ എഴുതുക, +11 എന്നുള്ളത് RHS-ൽ മുമ്പ് എന്താവും, -11 ആവും. then x =
minus 11 divided by 8. 8 നമ്മൾ RHS പോകുമ്പോൾ ഡിനോമിനേറ്ററിൽ വരും അല്ലേ, minus 11 ഡിനോമിനേറ്ററിൽ വരും. സോ minus 11 by 8 അതാണ് എക്സിന്റെ വാല്യൂ. സോ നമുക്ക് മനസ്സിലായി, അതായത് നമ്പേഴ്സ് 9 by 4 ആൻഡ് ഓൾസോ minus 11 by 8 ഈ രണ്ട് വാല്യൂസ് വേണം നമുക്ക് ഇപ്പോൾ തന്നിരിക്കുന്ന രണ്ട് ഇക്വേഷൻസ് സോൾവ് ചെയ്യാൻ. ഞാൻ ആ കറക്റ്റ് ഓർഡറിലാണ് ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ഇക്വേഷൻ സോൾവ് ചെയ്യണമെങ്കിൽ, അതായത് ഫസ്റ്റ് ഇക്വേഷനിൽ എക്സിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന വാല്യൂ എന്താണ്, 9 by 4. അതേപോലെ സെക്കൻഡ് ഇക്വേഷനിൽ എക്സിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന വാല്യൂ minus 11 by 8. അപ്പോൾ ഇത് അഗെയിൻ ഒരു P by Q ഫോം ആണ് അല്ലേ. അപ്പോൾ സർട്ടൻ കേസസിൽ ഇതുപോലെ വാല്യൂസ് ആണ് വരിക ഇൻ ദ ഫോം ഓഫ് P by Q. ഇതിനെയാണ് നമ്മൾ റാഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ക്ലിയർ ഐഡിയ കിട്ടിയല്ലോ. Next, the numbers 0, minus 2, 4 can be written in the form P by Q. They are also natural numbers, rational numbers. അതായത് ഇപ്പോൾ 0 എന്നുള്ള വാല്യൂ, ഓക്കെ, നമുക്ക് എപ്പോഴാണ് 0 വാല്യൂ കിട്ടുക? ഇപ്പോൾ നമുക്ക് ഇപ്പോൾ 0 by 1 or it can be 0 by 10 അല്ലേ. 0 by 1, 0 by 10 ഇങ്ങനെ ഏത് ഫോമിൽ ചെയ്താലും 0 ഡിവൈഡഡ് ബൈ എനി നമ്പർ നമുക്ക് വാല്യൂ എന്താ കിട്ടുക? 0 ആണ് കിട്ടുക അല്ലേ. ഇതിന്റെ എല്ലാത്തിന്റെ വാല്യൂ 0 ആണ്. സോ ദാറ്റ് മീൻസ് 0 എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? റാഷണൽ ഫോമിൽ റെപ്രസെന്റ് ചെയ്തൂടെ? 0 ഡിവൈഡഡ് ബൈ ഏത് നമ്പർ ആണെങ്കിലും നമുക്ക് 0 തന്നെ കിട്ടും. അതുകൊണ്ടാണ് 0നെ നമ്മൾ എന്ത് പറയുന്നത്? റാഷണൽ നമ്പർ ആയിട്ടും പറയുന്നത്. ക്ലിയർ ആയല്ലോ. ഇനി -2 എങ്ങനെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം? ഇതേപോലെ -2 ഡിവൈഡഡ് ബൈ 1 വെറുതെ അതിന്റെ ഏറ്റവും ബേസിക് ഫോമിൽ എഴുതിയാൽ തന്നെ അതും ഒരു റാഷണൽ നമ്പർ ആണ്. 1 എന്ന് പറയുന്ന നമ്പർ അല്ല. സോ -2 ഡിവൈഡ് ബൈ 1 അഗെയിൻ 4 ഡിവൈഡ് ബൈ 1. അപ്പോൾ ഇതെല്ലാം നമുക്കിപ്പോൾ വെറുതെ ബേസിക്കലി നമുക്കത് കാണുമ്പോൾ ഇൻഡിജേഴ്സ് ആണെങ്കിലും നമുക്ക് ഡിവൈഡഡ് ബൈ ഫോമിൽ P by Q ഫോമിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുമെങ്കിൽ ആ നമ്പേഴ്സ് എല്ലാം എന്താണ്? റാഷണൽ നമ്പേഴ്സ് ആണ്. നെക്സ്റ്റ് നമുക്ക് ഇതിന്റെ ബേസിക് പ്രോപ്പർട്ടീസ് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ക്ലോഷർ പ്രോപ്പർട്ടി ആണ് ഫസ്റ്റ് പ്രോപ്പർട്ടി. അതായത് ഇപ്പൊ നമ്മുടെ ബേസിക് ഓപ്പറേഷൻസ് എന്താ മാത്തമാറ്റിക്സിൽ? അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ അല്ലെ. അപ്പൊ ഈ 4 ഓപ്പറേഷൻസിലും ഈ പറഞ്ഞ പ്രോപ്പർട്ടീസ്, ഇപ്പൊ നമ്മുടെ റാഷണൽ നമ്പേഴ്സ് ക്ലോസ്ഡ് ആണോ, അഡീഷൻ ക്ലോസ്ഡ് ആണോ, സബ്ട്രാക്ഷൻ ക്ലോസ്ഡ് ആണോ, അത് ഫോളോ ചെയ്യുന്നുണ്ടോ, അതേ നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഞാനിവിടെ ടാബ്ലർ ഫോമിൽ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. ഓപ്പറേഷൻസ് ഏതൊക്കെയാണ്? ബേസിക് ആയിട്ട് 4 എണ്ണം. ദെൻ നമ്പേഴ്സ് ഇപ്പോൾ വിത്ത് എക്സാമ്പിൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്. എഗെയിൻ റിമാർക്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ അഡീഷന്റെ കേസിൽ A പ്ലസ് ബി, അതായത് നമ്മൾ രണ്ട് ഇൻഡിജേഴ്സ് കൺസിഡർ ചെയ്യുക, എയും ബിയും. നേരത്തെ P and Q പറഞ്ഞില്ലേ, ആ സെയിം ഫോം. നിങ്ങൾക്ക് കൺഫ്യൂസ്ഡ് ആണെങ്കിൽ P and Q കൺസിഡർ ചെയ്താൽ മതി. കോൺസെപ്റ്റ് സെയിം ആണ്. A പ്ലസ് ബി ഇസ് ഓൾസോ റാഷണൽ നമ്പർ. ഓക്കെ, അതായത് എ ഇപ്പോൾ റാഷണൽ നമ്പർ ആണ്, ബി റാഷണൽ നമ്പർ ആണ്. ഈ രണ്ട് റാഷണൽ നമ്പേഴ്സും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആൻസർ എന്താ? അതും ഒരു റാഷണൽ നമ്പർ ആയിരിക്കും. ദാറ്റ് മീൻസ് വാട്ട്? റാഷണൽ നമ്പേഴ്സ് ആർ ക്ലോസ്ഡ് അണ്ടർ അഡീഷൻ. ക്ലിയർ ആയല്ലോ. അപ്പോൾ അഡീഷനിൽ നമുക്ക് റാഷണൽ നമ്പേഴ്സ് ക്ലോസ്ഡ് ആണ്, അതാണ് മീനിങ്. ഓക്കെ, സോ ഫോർ എക്സാമ്പിൾ 2 ഡിവൈഡഡ് ബൈ 7 പ്ലസ് 3 ഡിവൈഡഡ് ബൈ 4 ഇസ് ഈക്വൽ ടു, നമുക്ക് കിട്ടുന്ന ആൻസർ എന്താ? 29 ഡിവൈഡ് ബൈ 28. ഇപ്പോൾ സപ്പോസ് നിങ്ങൾക്ക് എന്തെങ്കിലും കോമൺ ഫാക്ടേഴ്സ് ഉണ്ട് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ ആ കോമൺ ഫാക്ടേഴ്സ് എല്ലാം ക്യാൻസൽ ചെയ്തിട്ട് ഏറ്റവും സിംപ്ലസ്റ്റ് ഫോമിൽ തന്നെ വേണം ആൻസർ റെപ്രസെന്റ് ചെയ്യാൻ. ഇപ്പോൾ സപ്പോസ് നമുക്ക് 21 ബൈ ഇതേപോലെ 27. ഓക്കെ, ഇപ്പോൾ 21 ബൈ 27 ആലോചിക്കാം. സോ 7 into 3 ഇതേപോലെ എന്താണ്? 7 into 3 ആണ് 21, നമുക്കറിയാം. അതേപോലെ 27 എന്ന് പറയുന്നത് 9 into 3 ആണ് അല്ലേ. അപ്പോൾ ഇവിടെ 3 നമുക്ക് ക്യാൻസൽ ചെയ്യാം. സോ വി ഗെറ്റ് ദി ആൻസർ 7 by 9 ഇൻ ഇറ്റ്സ് സിംപ്ലസ്റ്റ് ഫോം. ഇത് ഞാൻ എന്തിനാ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ചില ആൻസേഴ്സിൽ നമുക്കിപ്പോൾ റാഷണൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കിട്ടിയ ആൻസർ അങ്ങനെ എഴുതുകയല്ല, പകരം നമ്മൾ ഏറ്റവും സിംപ്ലിഫൈഡ് ഫോമിൽ അതിനെ എക്സ്പ്രസ് ചെയ്യുക. ഇതേപോലെ കോമൺ ഫാക്ടേഴ്സ് എന്തെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ ക്യാൻസൽ ചെയ്യുക, അത് കഴിഞ്ഞിട്ട് ഏറ്റവും സിംപ്ലസ്റ്റ് ഫോമിൽ അതിനെ എക്സ്പ്രസ് ചെയ്യാം. സോ ഇപ്പൊ കിട്ടിയ ആൻസർ നമുക്ക് റാഷണൽ ഫോമിലാണ്. അതുകൊണ്ട് ഇവിടെ 2 by 7 plus 3 by 4 is equal to 29 by 28. This is also a rational number. That means rational numbers are closed under addition. ഇനി നമുക്ക് നെക്സ്റ്റ് ഓപ്പറേഷൻ നോക്കാം, അതായത് സബ്ട്രാക്ഷൻ. Again a minus b. ഇപ്പോൾ രണ്ട് റാഷണൽ നമ്പേഴ്സ് എടുക്കുക. Let it be 3 by 2 and 11 by 3. അപ്പോൾ 3 by 2 minus 11 by 3
നമുക്ക് ആൻസർ എന്താ കിട്ടുക? -13/6. അപ്പോൾ അതും ഒരു റാഷണൽ നമ്പർ അല്ലേ? അപ്പോൾ നമുക്ക് രണ്ട് റാഷണൽ നമ്പേഴ്സ് സബ്ട്രാക്ട് ചെയ്താലും കിട്ടുന്ന ആൻസർ എന്താണ്? -13/6. ഇപ്പോൾ സപ്പോസ് നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ നമുക്കൊരു വാല്യൂ ജസ്റ്റ് ഒരു റാൻഡം ആയിട്ടൊരു നമ്പർ 7 ആണ് കിട്ടണമെന്ന് വിചാരിക്കുന്നത് ആൻസർ. നമുക്ക് സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പക്ഷേ സിംപ്ലസ്റ്റ് ഫോമിൽ കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് കിട്ടുന്ന ആൻസർ 7 ആണ് വിചാരിക്കാം. 7 is also a rational number. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 7നെ നമുക്ക് 7/1 എന്ന് എക്സ്പ്രസ് ചെയ്യാമല്ലോ അല്ലേ? അപ്പോൾ നമുക്ക് ആ കിട്ടുന്ന വാല്യൂ രണ്ട് റാഷണൽ നമ്പേഴ്സ് സബ്ട്രാക്ട് ചെയ്താലും കിട്ടുന്ന എന്താണ്? റാഷണൽ നമ്പർ. എഗെയിൻ അഡീഷന്റെ കേസ് പറഞ്ഞ പോലെ റാഷണൽ നമ്പേഴ്സ് ആർ ക്ലോസ്ഡ് അണ്ടർ സബ്ട്രാക്ഷൻ. ഓക്കെ, നെക്സ്റ്റ് മൾട്ടിപ്ലിക്കേഷൻ ആണ്. ദാറ്റ് ഇസ് a into b. എഗെയിൻ നമ്മൾ രണ്ട് റാഷണൽ നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യാം. ഇപ്പോൾ 3/4 into 7/2. എഗെയിൻ ആൻസർ എന്താ? 21/8. അപ്പോൾ എഗെയിൻ ഇവിടെ എന്താ നമുക്ക് കിട്ടുന്ന ആൻസർ എന്താ? റാഷണൽ നമ്പർ തന്നെയാണ്. സോ സെയിം കേസ് റാഷണൽ നമ്പേഴ്സ് ആർ ക്ലോസ്ഡ് അണ്ടർ മൾട്ടിപ്ലിക്കേഷൻ. അപ്പോൾ നമുക്ക് അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ ഇതിലെല്ലാത്തിലും ക്ലോഷർ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ലാസ്റ്റ് വൺ ഡിവിഷൻ. ഡിവിഷനിൽ ഒരു ഡിഫറൻസ് വരുന്നത് a divided by 0 is not defined. അങ്ങനെ ഒരു പ്രോബ്ലം വരുന്നത്. കാരണം എന്താ? നമുക്കിപ്പോൾ റാഷണൽ നമ്പേഴ്സ് നമ്മൾ പറഞ്ഞു p/q ഫോം ആണ് അല്ലേ? അപ്പോൾ ഡിനോമിനേറ്റർ മസ്റ്റ് നോട്ട് ബി ഈക്വൽ ടു 0 നമ്മൾ എടുത്തു പറഞ്ഞു. സോ സപ്പോസ് നമുക്കിപ്പോൾ റാഷണൽ നമ്പേഴ്സ് നമുക്ക് ഡിവിഷനിൽ ചെയ്യുമ്പോൾ ആ ഡിനോമിനേറ്റർ 0 ആയി കഴിഞ്ഞാൽ ദാറ്റ് മീൻസ് നമ്മൾ നോർമലി പറയും ഏതെങ്കിലും നമ്പർ ഡിവൈഡ് ബൈ 0 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് ഡിഫൈൻഡ്. ഓക്കെ, അതിന്റെ വാല്യൂ എന്താണ് ഡിഫൈൻ ചെയ്തിട്ടില്ല. സോ ദാറ്റ് മീൻസ് റാഷണൽ നമ്പേഴ്സ് ആർ നോട്ട് ക്ലോസ്ഡ് അണ്ടർ ഡിവിഷൻ. കെയർഫുൾ ആയിരിക്കാം. അപ്പോൾ ക്ലോഷർ പ്രോപ്പർട്ടി ഡിവിഷനിൽ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല റാഷണൽ നമ്പേഴ്സിന്റെ കേസിൽ, സിൻസ് a divided by 0 is not defined. ഓക്കെ, നെക്സ്റ്റ് പ്രോപ്പർട്ടിയാണ് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി. അപ്പോൾ എഗെയിൻ ഇതേപോലെ ഓപ്പറേഷൻസ് 4 മെൻഷൻ ചെയ്തിട്ടുണ്ട്. നമ്പേഴ്സ് ഏതൊക്കെയാണ് ജസ്റ്റ് വിത്ത് എക്സാമ്പിളും എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. റിമാർക്സും നോക്കാം, അതായത് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈഡ് ആണോ അല്ലയോ എന്നുള്ളതും നോക്കാം. ഇപ്പോൾ ഫസ്റ്റ് അഡീഷൻ ആണ്. ലെറ്റ് a and b be again two rational numbers. ഓക്കെ, അപ്പോൾ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡീഷന്റെ കേസിൽ a plus b is equal to b plus a. ദാറ്റ് മീൻസ് വാട്ട്? ഓർഡർ ഇസ് ഓഫ് നോട്ട് കൺസേൺ. അതായത് നമ്മളിപ്പോൾ a plus b ചെയ്താലും, നോട്ട് കൺസേൺ എന്ന് ഉദ്ദേശിക്കുന്നത് a plus b ചെയ്താലും b plus a ചെയ്താലും കിട്ടുന്ന ആൻസർ എന്തായിരിക്കും? സെയിം ആയിരിക്കും. ക്ലിയർ ആയോ? അപ്പോൾ അതാണ് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി. ഇവിടെ a plus b is equal to b plus a. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. 3/2 plus 1/5 is equal to, ഇനി ജസ്റ്റ് ഓർഡർ നമ്മൾ ഇന്റർചേഞ്ച് ചെയ്യാം. 1/5 plus 3/2. ക്ലിയർ ആയല്ലോ? നമുക്കിത് രണ്ട് ചെയ്താലും കിട്ടുന്ന ആൻസർ എന്തായിരിക്കും? 17/10 തന്നെയായിരിക്കും ആൻസർ. ആൻസറിന് എന്തെങ്കിലും മാറ്റം വരുമോ? ഇല്ല. കാരണം എന്താ? നമ്മൾ ജസ്റ്റ് ഓർഡർ ചേഞ്ച് ചെയ്യുന്നുള്ളൂ. രണ്ട് നമ്പേഴ്സ് ആ സെയിം റാഷണൽ നമ്പേഴ്സ് തന്നെയാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. സോ വി ഗെറ്റ് ദ സെയിം ആൻസർ. ദാറ്റ് മീൻസ് അഡീഷൻ ഇസ് കമ്മ്യൂട്ടേറ്റീവ് ഫോർ റാഷണൽ നമ്പേഴ്സ്. ക്ലിയർ ആയല്ലോ? അപ്പോൾ കമ്മ്യൂട്ടേറ്റീവ് ആണ് അഡീഷൻ. നെക്സ്റ്റ് സബ്ട്രാക്ഷൻ. സബ്ട്രാക്ഷൻ നോക്കാം. a minus b. Will that be equal to b minus a? ഒരിക്കലും അല്ല അല്ലേ? കാരണം നമുക്ക് ആ ഒരു എക്സാക്ട്ലി ആ സൈൻ ചേഞ്ച് ആണ് വരുന്നത് അല്ലേ? 5/7 minus 2/3 2/3 minus 5/7. ഇത് ആൻസർ കറക്റ്റ് ആയിരിക്കുമോ? ഒരിക്കലും ആയിരിക്കില്ല, ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ജസ്റ്റ് വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം. ഇപ്പോൾ 5/7 minus 2/3. ഓക്കെ, 5/7 minus 2/3 ചെയ്ത് നോക്കാം. ജസ്റ്റ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 5 into 3 15 minus 7 into 2 14. അപ്പോൾ 15 minus 14 എത്രയാണ്? 1 divided by 7 into 3 21. അപ്പോൾ നമുക്ക് LHS ചെയ്തപ്പോൾ 1/21 കിട്ടി കേട്ടോ. നെക്സ്റ്റ് നമുക്ക് RHS ചെയ്ത് നോക്കാം. 2/3 minus 5/7. Again ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 7 2s are 14. Then minus 5 into 3 15. അപ്പോൾ 14 minus 15 എന്താ ആൻസർ വരിക? -1 divided by 7 into 3 21. Is -1/21 same as +1/21? No. അല്ല. അപ്പോൾ നമുക്ക് ആൻസർ ഡിഫറെൻ്റ് ആണ് കിട്ടുക. ദാറ്റ് മീൻസ് സബ്ട്രാക്ഷൻ ഇസ് നോട്ട് കമ്മ്യൂട്ടേറ്റീവ് ഫോർ റാഷണൽ നമ്പേഴ്സ്. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഓർഡർ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. സബ്ട്രാക്ഷൻ കമ്മ്യൂട്ടേറ്റീവ് അല്ല ഇൻ കേസ് ഓഫ് റാഷണൽ നമ്പേഴ്സ്. നെക്സ്റ്റ് കേസ് ആണ് മൾട്ടിപ്ലിക്കേഷൻ. അപ്പോൾ മൾട്ടിപ്ലിക്കേഷനിലും ഇതേപോലെ നോക്കാം. a into b. Will that be equal to b into a? നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം അല്ലേ? എക്സാമ്പിൾ വെച്ചിട്ട് 2/3 into 4/5. Okay, is equal to 4/5 into 2/3.
സെയിം ആൻസർ തന്നെയല്ലേ കിട്ടുക. നമ്മൾ ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന ആൻസർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സിംപ്ലിഫൈഡ് ഫോമിൽ എപ്പോഴും ആൻസർ എക്സ്പ്രസ് ചെയ്യും. ഇപ്പോൾ 2/3 × 4/5 എന്ന് പറയുന്നത് എന്താണ്? 4/5 × 2/3 തന്നെയാണ്. കാരണം രണ്ട് കേസിലും നമുക്ക് കിട്ടുന്ന ആൻസർ എന്തായിരിക്കും? 8/15 ആയിരിക്കും. സോ മൾട്ടിപ്ലിക്കേഷൻ ഇസ് കമ്മ്യൂട്ടേറ്റീവ് ഫോർ റാഷണൽ നമ്പേഴ്സ്. ക്ലിയർ ആയല്ലോ? നെക്സ്റ്റ് കേസ് ആണ് ഡിവിഷൻ. അഗെയിൻ ഡിവിഷന്റെ കേസ് നോക്കാം. A/B, B/A. കാരണം നമ്മൾ ഓർഡർ ചേഞ്ച് ചെയ്യണം. അപ്പോൾ എയും ബിയും നമ്മൾ പൊസിഷൻ ചേഞ്ച് ചെയ്യണം. അപ്പോൾ ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ആണ് ഇന്റർചേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ A/Bയും B/Aയും അത് എപ്പോഴെങ്കിലും ഈക്വൽ ആയിരിക്കും? നമുക്ക് ജസ്റ്റ് നോക്കി നോക്കാം. ഒരു എക്സാമ്പിൾ 4/7 ഡിവൈഡഡ് ബൈ 2/3. divided by 2/3. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ റാഷണൽ നമ്പേഴ്സ് ഡിവൈഡ് ചെയ്യാം? ഒരു കാര്യം ചെയ്യേണ്ടത്, നമുക്കിപ്പോൾ സെക്കൻഡ് ടേം ഉണ്ടല്ലോ ഡിവൈഡഡ് ബൈ വരുന്ന ടേം, അതിൻ്റെ റെസിപ്രോക്കൽ എടുത്തിട്ട് ഈ ഡിവിഷനെ ജസ്റ്റ് മൾട്ടിപ്ലിക്കേഷൻ ആക്കിയാൽ മതി. ദാറ്റ് ഈസ് 4/7 × 3/2. ഓക്കെ, സോ 2ഉം 4ഉം ക്യാൻസൽ ചെയ്താൽ 2, സോ 6/7. ഇതാണ് LHSന്റെ ആൻസർ കിട്ടിയത്, 6/7. നെക്സ്റ്റ് നമുക്ക് നോക്കാം 2/3 ഡിവൈഡഡ് ബൈ 4/7. 2/3 ഡിവൈഡഡ് ബൈ 4/7. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടേക്ക് ദ റെസിപ്രോക്കൽ ഓഫ് 4/7 ആൻഡ് മൾട്ടിപ്ലൈ വിത്ത് 2/3. അപ്പോൾ 2/3 × 7/4. സോ 2ഉം 4ഉം ക്യാൻസൽ ചെയ്ത് 2 കിട്ടി. ദാറ്റ് ഈസ് 7/6. ക്ലിയർ ആയോ? അപ്പോൾ നമുക്ക് നേരത്തെ കിട്ടിയ ആൻസർ എന്താ? 6/7. ഓക്കെ, 6/7 കിട്ടി. ഇപ്പൊ കിട്ടിയത് 7/6. അതേ ഈക്വൽ അല്ല, ജസ്റ്റ് റെസിപ്രോക്കൽ ആണ്. സോ A/B എന്ന് പറയുന്നത് എന്തായാലും B/A ആയിട്ട് ഈക്വൽ ആയിരിക്കില്ല. ദാറ്റ് മീൻസ് വാട്ട്? ഡിവിഷൻ ഇസ് നോട്ട് കമ്മ്യൂട്ടേറ്റീവ് ഫോർ റാഷണൽ നമ്പേഴ്സ്. വിത്ത് എക്സാമ്പിൾസ് നിങ്ങൾ തന്നെ ഇതേപോലെ കുറച്ച് പ്രോബ്ലംസ് നിങ്ങൾ തന്നെ റാഷണൽ നമ്പേഴ്സ് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് തന്നെ കുറച്ചുകൂടി ക്ലിയർ ആവും. ഓക്കെ, നെക്സ്റ്റ് പ്രോപ്പർട്ടി അസോസിയേറ്റീവ് പ്രോപ്പർട്ടി. അഗെയിൻ ഓപ്പറേഷൻ വൈസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് വൺ അഡീഷൻ. അപ്പോൾ നമുക്ക് നമ്പേഴ്സ് എടുക്കാം. അതായത് ഇവിടെ നമുക്ക് 3 നമ്പേഴ്സ് ഡിസ്കസ് ചെയ്യാം. അതായത് A, B, C 3 റാഷണൽ നമ്പേഴ്സ് ആയിട്ട് കൺസിഡർ ചെയ്യാം. A + B + C ഗ്രൂപ്പ് ചെയ്തിട്ടാണ് എഴുതിയിരിക്കുന്നത് ബ്രാക്കറ്റിൽ, വിച്ച് ഇസ് ഈക്വൽ ടു A + B + C. അതായത് ഇത് രണ്ടും സെയിം ആയിരിക്കും, നമ്മൾ ഓർഡർ ചേഞ്ച് ചെയ്താലും കുഴപ്പമില്ല. ഇപ്പോൾ ഫസ്റ്റ് കേസിൽ A + Bയും Cയും ഗ്രൂപ്പ് ചെയ്ത് ആഡ് ചെയ്തു. This will be same as എയും ബിയും ഗ്രൂപ്പ് ചെയ്ത് ആഡ് ചെയ്യുക പ്ലസ് സി. ക്ലിയർ ആയല്ലോ? രണ്ട് കേസും നമുക്ക് സെയിം ആൻസർ ആണ് കിട്ടുക. ഫോർ എക്സാമ്പിൾ 1/7 + 1/2 + 3/5. This will be same as 1/7 + 1/2 + 3/5. ഓക്കെ, ഇങ്ങനെ രണ്ട് കേസിൽ ചെയ്താലും നമുക്ക് കിട്ടുന്ന ആൻസർ എന്തായിരിക്കും? 87/70. അപ്പോൾ ഇത് LHSഉം RHSഉം നിങ്ങൾ സെപ്പറേറ്റ് ആയി വർക്ക്ഔട്ട് ചെയ്ത് നോക്കിയാലും കിട്ടുന്ന സൊല്യൂഷൻ വിൽ ബി സെയിം. Okay, that means addition is associative. Associative property അത് closed ആണ്. Clear ആയല്ലോ? Next case ആണ് subtraction. അപ്പോൾ subtraction പറയുമ്പോൾ again A minus of B minus C. അതായത് B യും C യും സബ്ട്രാക്ട് ചെയ്യാം. എന്നിട്ട് A സബ്ട്രാക്ട് ചെയ്യും. ഓക്കെ, അതായത് A minus of B minus C. B യും C യും ആണ് ഗ്രൂപ്പ് ചെയ്തിരിക്കുന്നത്. ഇനി A യും B യും ഗ്രൂപ്പ് ചെയ്യുക, അതായത് A minus B. എന്നിട്ട് മൈനസ് C ചെയ്ത് കഴിഞ്ഞാൽ will that be same? നമുക്ക് വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം. അതായത് 7/5 മൈനസ് ഓഫ് 1/3 മൈനസ് 4/9 അതാണ് LHS. നമുക്ക് ജസ്റ്റ് പ്രോബ്ലം ചെയ്ത് നോക്കാം. 7/5 മൈനസ് ഓഫ് 1/3 മൈനസ് 4/9. ഓക്കെ, അപ്പോൾ ആദ്യം ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് വർക്ക്ഔട്ട് ചെയ്തിട്ട് പിന്നെ 7/5 മൈനസ് ചെയ്യാം. സോ 1/3 മൈനസ് 4/9 എന്താ? ഇതേപോലെ തന്നെ 3യും 9ഉം LCM എടുത്താൽ 9 ആണ് കിട്ടുക. ദാറ്റ് മീൻസ് നമുക്ക് ഈ ബ്രാക്കറ്റിലെ ടേം എന്താ വരിക? ഓൾറെഡി 3 ഡിനോമിനേറ്ററിലുണ്ട്. സോ ഒരു 3 മുകളിലും താഴെ മൾട്ടിപ്ലൈ ചെയ്യാം. സോ 3 മൈനസ് നെക്സ്റ്റ് ടേമിൽ 9 ഓൾറെഡി ഉണ്ട് ഡിനോമിനേറ്ററിൽ, അപ്പോൾ അവിടെ ചേഞ്ചസ് വരുത്തുന്നുണ്ട്. അപ്പോൾ -4 ന്യൂമറേറ്ററിൽ ഓൾറെഡി 4 അല്ലേ? അപ്പോൾ 3 - 4 ഡിവൈഡഡ് ബൈ LCM എന്തായിരുന്നു? 9. അപ്പോൾ 3 - 4/9 എന്താ? -1/9. സോ ഇതെന്തായിരിക്കും? 7/5 മൈനസ് ബ്രാക്കറ്റിലെ ടേം കിട്ടിയത് -1/9. ഇനി ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ മൈനസും മൈനസും മൈനസ് ഓഫ് മൈനസ് എന്താ?
നമ്മൾ 2 നെഗറ്റീവ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി പോസിറ്റീവ്. അപ്പോൾ 7/5 പ്ലസ് 1/9 അഗെയിൻ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 9 into 7 63 പ്ലസ് 1 64. സോ 64 സോറി അതായത് 9 into 7 63 പ്ലസ് 1 into 5 5 ആണ്. അപ്പോൾ 63 പ്ലസ് 5 ആണ് വരിക. 63 plus 5 divided by 5 into 9 45. So 63 plus 5 എന്താ 68 ആണ് divided by 45. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇതാണ് നമുക്ക് LHS ൽ കിട്ടിയ ആൻസർ. നമുക്ക് വെരിഫൈ ചെയ്ത് നോക്കാം. RHS ലെ നമുക്ക് നോക്കാം. So I am just writing the answer here 68/45. Okay. ഇനി നമുക്ക് RHS നോക്കി നോക്കാം. 7/5 minus 1/3 minus 4/9 അല്ലേ? 7/5 minus 1/3 minus 4/9. So first of all ബ്രാക്കറ്റിനുള്ളിൽ നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാം. 7/5 minus 1/3 എന്താ? ജസ്റ്റ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അതായത് 5നും 3ക്കും കോമൺ ആയിട്ട് മൾട്ടിപ്പിൾ ഒന്നും ഇല്ല അല്ലേ? സോ 7 into 3 21 minus 1 into 5 എന്താ 5. അപ്പോൾ 21 minus 5 divided by 5 into 3 15 ആണ്. ഓക്കെ, ഇതാണ് ബ്രാക്കറ്റിലെ ടേം. ദെൻ മൈനസ് 4/9 അങ്ങനെ തന്നെ ഉണ്ട്. അപ്പോൾ 21 മൈനസ് 5 എന്ന് പറയുന്നത് 16 divided by 15 വരും അല്ലേ? 16 divided by 15. ഇനി മൈനസ് 4/9 ചെയ്യാം. ഇവിടെ മൈനസ് 4/9 ചെയ്യണമെങ്കിൽ എഗെയിൻ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ കുറച്ചുകൂടി വലിയ ടേംസ് വരും. അതിലും നല്ലത് 15ഉം 9ഉം അതിന്റെ ജസ്റ്റ് LCM എടുക്കാം. ഓക്കെ, സോ കോമൺ ഫാക്ടർ ഏറ്റവും ലീസ്റ്റ് കോമൺ മൾട്ടിപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് സാധാരണ LCM കാണാറില്ല, അതേപോലെ തന്നെ 15 9. സോ 3 കോമൺ ആണ് രണ്ടിനും, 5 3. ഓക്കെ, ഇനി കോമൺ ടേംസ് ഒന്നുമില്ല. സോ 3 into 3 9 into 5 45. ഇപ്പോൾ 45 ആണ് വേണ്ടത്. ഇപ്പോൾ 15 into 3 ആണ് 45. സോ മൾട്ടിപ്ലൈ ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ by 3. നെക്സ്റ്റ് ടേമിൽ 9 into 5 ആണ് 45. അപ്പോൾ 9 into 5 ആണ്. സോ മുകളിലും താഴെയും 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ക്ലിയർ ആയല്ലോ? അപ്പോൾ നമുക്ക് ഈ ഒരു ടേം എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം എന്താ കിട്ടുക? 16 into 3 എന്ന് പറയുന്നത് 48 ആണ്. Let me erase this. Okay, so ഈ ഒരു ടേം എന്നത് 16 into 3 48. നെക്സ്റ്റ് കേസ് മൈനസ് 4 into 5 എന്ന് പറയുന്നത് 20 ആണ്. അപ്പോൾ 20 ഡിവൈഡഡ് ബൈ 45 ആണ് നമ്മുടെ LCM ചെയ്തിട്ട് കിട്ടിയത് അല്ലേ? സോ 48 മൈനസ് 20 എന്ന് പറയുന്നത് എന്താ? 28. ശരിയല്ലേ? 28 ഡിവൈഡഡ് ബൈ 45. ഇതാണ് ഇപ്പൊ നമുക്ക് കിട്ടിയ ആൻസർ RHSന്. നമുക്ക് ഫസ്റ്റ് കിട്ടിയത് എന്താ? 68/45. ഇതാണ് സെക്കൻഡ് കിട്ടിയ ആൻസർ. ഇത് രണ്ടും ഈക്വൽ ആണോ? അല്ല. സോ അതുകൊണ്ടാണ് നമ്മൾ സബ്ട്രാക്ഷൻ ഇസ് നോട്ട് അസോസിയേറ്റീവ് എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? പ്രോബ്ലംസ് നമ്മൾ മാക്സിമം വർക്ക്ഔട്ട് ചെയ്താലേ നിങ്ങൾക്ക് കോൺസെപ്റ്റ്സ് ക്ലിയർ ആവുള്ളൂ. നിങ്ങൾ തന്നെ റാൻഡം ആയിട്ട് റാഷണൽ നമ്പേഴ്സ് എടുത്തിട്ട് ജസ്റ്റ് ഒരു 2 or 3 വർക്ക്ഔട്ട് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് നല്ലൊരു ക്ലിയർ പിക്ചർ കിട്ടും. നെക്സ്റ്റ് മൾട്ടിപ്ലിക്കേഷൻ. ഇനി മൾട്ടിപ്ലിക്കേഷനിൽ ഇതേപോലെ തന്നെ നമുക്ക് ഗ്രൂപ്പിംഗ് ചേഞ്ച് ചെയ്ത് നോക്കാം. അതായത് ഫസ്റ്റ് A ദെൻ ഇൻറ്റു ബ്രാക്കറ്റിൽ B into C വിച്ച് വിൽ ബി ഈക്വൽ ടു എയും ബിയും ഗ്രൂപ്പ് ചെയ്യുക. A into B ദെൻ into C. അത് നമുക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും. അതായത് 2/3 into 7/2 into 5/6 എന്ന് പറയുന്നത് 2/3 into 7/2 into 5/6 എന്ന് പറയുന്നതും സെയിം ആൻസർ തന്നെയാണ് കിട്ടുക. കാരണം എന്തെങ്കിലും ചേഞ്ച് വരുന്നുണ്ടോ? നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം, എല്ലാ ടേംസിനെയും മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ നമുക്ക് ഇതേപോലെ കോമൺ ഫാക്ടേഴ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്യാൻസൽ ചെയ്യാം. സോ ഇവിടെ നോക്കിയാൽ തന്നെ അറിയാം 2ഉം 2ഉം ക്യാൻസൽ ചെയ്യാം അല്ലേ? ദെൻ വേറെ ഫാക്ടേഴ്സ് ഒന്നുമില്ല. അപ്പോൾ 7 into 5 35 ആണ്. ഡിവൈഡഡ് ബൈ 3 into 6 എന്ന് പറയുന്നത് 18 ആണ്. അതിപ്പോൾ ഇവിടെയും സെയിം തന്നെയല്ലേ? അഗെയിൻ 2 2 ക്യാൻസൽ ആയി. 7 5s are 35 ഡിവൈഡ് ബൈ 6 into 3 എന്ന് പറയുന്നത് 18.
ക്ലിയർ ആയല്ലോ? അപ്പോൾ LHS and RHS will be same. So ആ ഗ്രൂപ്പിംഗ് ഓർഡർ ചേഞ്ച് ചെയ്താലും ഇവിടെ ആൻസർ മാറുന്നില്ല. ദാറ്റ് മീൻസ് മൾട്ടിപ്ലിക്കേഷൻ ഇസ് അസോസിയേറ്റീവ്. ലാസ്റ്റ് കേസ് ആണ് ഡിവിഷൻ. ഡിവിഷന്റെ കേസിൽ ഇതേപോലെ തന്നെ A ഡിവൈഡഡ് ബൈ B ഡിവൈഡഡ് ബൈ C. ഓക്കെ, ബിയും സിയും ആദ്യം ഗ്രൂപ്പ് ചെയ്തിരിക്കുന്നത് A ഡിവൈഡഡ് ബൈ B ഡിവൈഡഡ് ബൈ C. അതും A ഡിവൈഡഡ് ബൈ B ഡിവൈഡഡ് ബൈ C. എയും ബിയും ഗ്രൂപ്പ് ചെയ്തു RHS. ഇത് രണ്ടും സെയിം ആയിരിക്കും? ഇല്ല. കാരണം നമ്മളിപ്പോൾ രണ്ട് റാഷണൽ നമ്പേഴ്സ് ഡിവൈഡ് ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഇപ്പോൾ A ബൈ B, ആ ബിയുടെ റെസിപ്രോക്കൽ എടുത്ത് A കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം അല്ലേ? സോ ഇവിടെ ഓർഡർ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയുന്ന റെസിപ്രോക്കൽസ് ഒക്കെ മാറും. ശരിയാണല്ലോ? സോ നമുക്ക് നോക്കിയാൽ തന്നെ അറിയാം ഈ രണ്ട് ആൻസേഴ്സും ഡിഫറെൻ്റ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ 4/3 ഡിവൈഡഡ് ബൈ 2/5 ഡിവൈഡ് ബൈ 1/7. ഇപ്പോൾ ഈ 2/5 ഡിവൈഡ് ബൈ 1/7 പറഞ്ഞാൽ എന്താ? 2/5 ഇൻറ്റു 7 അല്ലേ? 2/5 ഇൻറ്റു 7 അത് എത്ര കിട്ടുക? 14/5. ഓക്കെ, എന്നിട്ട് 4/3 ഡിവൈഡ് ചെയ്യണം. അപ്പോൾ 4/3 ഡിവൈഡഡ് ബൈ 14/5 ആണ്. അപ്പോൾ എന്ത് ചെയ്താൽ മതി? ഇൻറ്റു 5 ഡിവൈഡഡ് ബൈ 14 ചെയ്താൽ മതി. ശരിയല്ലേ? ഇതാണ് നമുക്ക് LHSൽ കിട്ടുന്ന ആൻസർ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ജസ്റ്റ് RHSും കൂടി നോക്കാം. ഇതിപ്പോൾ നിങ്ങൾക്ക് ഫുൾ വർക്ക്ഔട്ട് ചെയ്യണം തന്നെ ഇല്ല, അല്ലാതെ തന്നെ നോക്കിയാൽ മനസ്സിലാവും. നെക്സ്റ്റ് കേസിൽ നമ്മൾ 4/3 ഡിവൈഡ് ബൈ 2/5 ആണ് ചെയ്യുന്നത്. അതാണ് ഗ്രൂപ്പ് ചെയ്യുന്ന രണ്ട് ടേംസ്. ഇപ്പോൾ 4/3 ഇൻറ്റു 5/2 വരും അല്ലേ? 4/3 ഇൻറ്റു 5/2 ദെൻ ഡിവൈഡഡ് ബൈ 1/7 ആണ്. ശരിയാണല്ലോ? അപ്പോൾ ഇവിടെ 2 4 ക്യാൻസൽ ചെയ്ത് 2 വരും. 2 ഇൻറ്റു 5 10, 10/3. സോ 10/3 ഡിവൈഡഡ് ബൈ 1/7. 10/3 ഡിവൈഡ് ബൈ 1/7 എന്താ? 10/3 ഇൻറ്റു 7 ആണ് വരിക. ദാറ്റ് ഇസ് 70/3 അല്ലേ? അപ്പോൾ ഈ വാല്യൂം ഇത് രണ്ടും നോക്കിയാൽ തന്നെ അറിയാം ആൻസർ ഡിഫറെൻ്റ് ആണ്. സോ LHS വിൽ നോട്ട് ബി ഈക്വൽ ടു RHS. സോ അഗെയിൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഡിവിഷൻ എന്താണ്? അപ്പോൾ ഇറ്റ് ഈസ് നോട്ട് അസോസിയേറ്റീവ് ഇൻ കേസ് ഓഫ് റാഷണൽ നമ്പേഴ്സ്. ഇപ്പോൾ ക്ലിയർ ആയല്ലോ? സോ പ്രോബ്ലംസ് കുറച്ചും കൂടി ക്ലിയർ ആയി വർക്ക്ഔട്ട് ചെയ്യാം. നെക്സ്റ്റ് ക്ലാസ്സിൽ നെക്സ്റ്റ് വീഡിയോയിൽ ഇതേപോലെ ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് നമുക്ക് വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് കോൺസെപ്റ്റ്സ് എല്ലാം വളരെ ക്ലിയർ ആയിരിക്കും. സോ താങ്ക് യു.